നമസ്കാരം, രാഘുശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കുറച്ച് ലെഡ്സിനെ പറ്റി. ലെഡ്സ് എന്താണെന്ന് അറിയാമല്ലോ, കളർ ഗ്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രീസെറ്റ്സ് ആണ് നമ്മൾ ലെഡ്സ് എന്ന് പറയുന്നത്. ആ ലെഡ്സ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെ ഫൂട്ടേജിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റായി. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കളർ ഗ്രേഡ് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ആണെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. ഓക്കെ, അങ്ങനത്തെ ഒരു 15 ലെഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഫ്രീ ആയിട്ട് ഞാൻ തരികയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നുള്ള കാര്യം കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ലെഡ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്ന് നോക്കുക അല്ലേ. ഞാൻ കുറച്ച് വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഒരേപോലെ അപ്ലൈ ആവില്ല. നമ്മൾ എടുക്കുന്ന കളറിൻ്റെ അനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന ഏരിയ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ ലൈറ്റുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ലെഡ്സ് അപ്ലൈ ആവുക. കാരണം നമ്മൾ പിന്നെ ആളെ സ്കിൻ ടോണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഡ്സിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഈ ലെറ്റ് എനിക്ക് അങ്ങനെ വർക്കാവുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നേരെ കുറച്ച് ഫൂട്ടേജുകൾ ടൈം ലൈനിൽ ആഡ് ചെയ്ത് ഞാൻ കളർ പാനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ 15 ലെഡ്സ്, ഈ 15 ലെഡ്സാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു നോർമൽ ഒരു ആളുകളൊന്നും ഇല്ലാത്തൊരു ഫുട്ടേജാണ്. ഇതിൻ്റെ അത് ഞാൻ ഫസ്റ്റിൽ ഇട്ടതാണ്. ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ഫുട്ടേജിൽ ഇതാ ഇതിങ്ങനെ നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ നോക്കാം, വേറൊരു സ്റ്റൈൽ കിട്ടി അല്ലേ. മൂന്നാമത്തെ നോക്കി വേറെ സ്റ്റൈൽ കിട്ടി. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ ഞാൻ ഈ കാണിക്കുന്നത് ജസ്റ്റ് കാണിച്ച് സ്പീഡിൽ കാണിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഇതിന് പറ്റൂല. കണ്ടോ, ഈ ഒരു ടോണ് ഇതിന് വലിയ ആപ്റ്റ് ആവുന്നില്ല. ഇനി ഇങ്ങനത്തെ ഒരു ഫുട്ടേജ് വേണ്ടത് വെച്ചാൽ എന്നാലും ഇത് പറ്റില്ല. അപ്പോൾ ഞാൻ ഇതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാ ലെട്ടുകളും എല്ലാത്തിലും സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാനാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഈ ലെട്ടുകളൊക്കെ ഇതിന് ഏകദേശം പാകമുണ്ട്. ഇത് അത്ര അങ്ങോട്ട് പോരല്ലേ, കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു ടൈപ്പ് കളറ്, അതായത് ഈ ഒരു ടൈപ്പ് കളറാണ് ഈ ഒരു ഫുട്ടേജിന് കറക്റ്റായിട്ട് ലെട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ. ഇതും നല്ല രസമുണ്ട് അല്ലേ. ഇനി അടുത്തൊരു ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടെ എനിക്ക് രസമുള്ള തോന്നി. ഈ പുള്ളിയുടെ ഒരു ഫുട്ടേജ് നോക്കിയേ, കണ്ടോ, ഒരു പ്രത്യേക കളർ കിട്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ പറ്റൂല എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടോ. ഇത് പക്ഷേ ഈ ഒരു ഓറഞ്ച് ആൻഡ് ടീൽ പോലത്തെ ഒരു കളറാണ്. ഓറഞ്ച് ആൻഡ് ടീലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് ആൻഡ് ടീൽ ആൻഡ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു കളറില്ലേ, ആ ഒരു കളറിൻ്റെ ഈ ഒരു കളറൊക്കെ ഇയാൾക്ക് നല്ല രസമുണ്ട് അല്ലേ. ഒരു പ്രൊഫഷണൽ ലുക്കിലേക്ക് മാറിയില്ലേ വീഡിയോ. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയാം. എന്തായാലും കുഴപ്പമില്ല, അതായത് ഇതൊക്കെ തന്നെ ഇയാൾക്ക് അപ്ലൈ ആവുന്നുണ്ട് അല്ലേ. ഈ കളറൊക്കെ നല്ല കറക്റ്റ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതുപോലെ ഈ പുള്ളിനെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ്ടോ, ഈ കളറൊക്കെ ഉണ്ടോ, ആൾക്ക് നല്ലൊരു ആ ഒരു ഫൂട്ടേജിന് ഒരു രാത്രിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ഒറ്റയടിക്ക് അങ്ങ് മാറുകയാണ് അല്ലേ. ഇവിടെ എല്ലാം ഈ ലൈറ്റ് നോക്കിയോ, കണ്ടോ. അതുപോലെ ഇത് കണ്ടോ, ഈ കളറ് ശരിക്കും ഒരു ഔട്ട്ഡോറിനാണ് പറ്റിയല്ലേ. ഈ ഒരു കളർ ഉണ്ടോ, ഒരു വെറൈറ്റി കളറ്. ഇങ്ങനെ ഈ ലെട്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഒരുപാട് ടൈം കളർ ഗ്രേഡ് ചെയ്യുന്ന സമയം നമുക്ക് ലാഭം കിട്ടും കേട്ടോ. ഒരു പ്രത്യേക സ്റ്റൈലില്ലേ. ഇങ്ങനത്തെ ഒരുപാട് ലെട്ടുകൾ നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്തിട്ടോ. ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഇനിയും ലെട്ട് ആഡ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും ലെട്ടുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് കണ്ടോ മാറി അങ്ങ് പോവാം. ഫൂട്ടേജ് തന്നെ വേറെ ലെവലിലേക്ക് മാറാം. കണ്ടോ, വേറെ ലെവലിലേക്ക് മാറി. കണ്ടോ, ഇത് ഈ ഫൂട്ടേജിനൊക്കെ കുറച്ചുകൂടെ ചേരുന്നുണ്ട് അല്ലേ, ഓറഞ്ച് കളറിലേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഇതിനത്ര ചേരില്ല അല്ലേ. കണ്ടോ, ഇതിൽ കണ്ടോ, ഏത് ഇട്ടിട്ടും അത്ര അങ്ങോട്ട് വരുന്നില്ല. കാര്യം ഇത് ഓൾറെഡി ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കാണിച്ച ഈ ഇതൊന്നും ഇവിടെ അപ്ലൈ ആവുന്നില്ല. പക്ഷേ ഈ ഒരു കളർ ഉണ്ടോ, നല്ല ഒരു ആപ്റ്റ് ആവുന്നുണ്ട് അല്ലേ. അതുപോലെയാണ് ഈ ലെട്ടിൻ്റെ പ്രത്യേകത. ഒന്നും കൂടെ പറയാണ്, എല്ലാ വീഡിയോയിലും അപ്ലൈ ആവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം. ഈ വീഡിയോക്കൊക്കെ എല്ലാ ലെട്ടും അപ്ലൈ ആണ് അല്ലേ. എല്ലാ ലെട്ടും നല്ല സ്റ്റൈൽ കണ്ടോ, എന്താ രസം, നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലെട്ടുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ നേരെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം അല്ലേ. നേരെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നതിൽ വെബ്സൈറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ട്, താഴെയുള്ള കോളല്ലേ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ അകത്ത് തന്നെ വെബ്സൈറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് എത്തുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടേക്കാണ് എത്തുക. അതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് കാണാൻ പറ്റും. എഡിറ്റിംഗ് ഡെസ്ക് അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് എത്തുക. അതിൽ ഈ റൈറ്റ് സൈഡിൽ കളർ ഗ്രേഡിങ്ങിൻ്റെ ഏരിയ ആണ്. ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ലെറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ല, അത് കൺഫേം ആക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. കണ്ടതാ, ഇതുപോലെ ഡൗൺലോഡ് ആവും. എന്നിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. അതൊരു സിപ്പ് ഫയലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ആ സിപ്പിന് എന്ത് ചെയ്യുക,
ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് വിൻഡോസ് ആണെങ്കിലും മാക് ആണെങ്കിലും ഏതെങ്കിലും ഒരു അൺസിപ്പ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വിൻറാറൊക്കെ പോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അൺസിപ്പിനുള്ള ഓപ്ഷൻ ആക്കിയിട്ട് ഇവിടെ വെക്കുക. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരെ ഡാവിഞ്ചിയിൽ തന്നെ വരിക. ഇവിടെ ചെറിയ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. ഡാവിഞ്ചിയിൽ വരിക. ഡാവിഞ്ചിയിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഗിയറിൻ്റെ ഐക്കൺ കാണാൻ പറ്റും അല്ലേ. ഇത് കളർ ഗ്രേഡിങ്ങിൻ്റെ പാനലിൽ കാണാൻ പറ്റും. ഇവിടെ ഒക്കെ വെച്ചാലും കാണാൻ പറ്റില്ലേ. കളർ ഗ്രേഡിങ് എടുത്താലും കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഗിയറിൻ്റെ ഐക്കൺ ഉണ്ട്. ഈ ഗിയറിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ. ഓക്കെ, ആ സെറ്റിങ്സിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ് കളർ മാനേജ്മെൻറ്റ്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വരിക. താഴെ വന്നു കഴിഞ്ഞാൽ ലുക്കപ്പ് ടേബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന് കാണാൻ പറ്റും. കണ്ടോ, ഈ ഓപ്പൺ ലെറ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഇട്ടില്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ അൺസിപ്പ് ചെയ്യാൻ വെച്ച ഡൗൺലോഡ് ചെയ്ത ആ ഫയലില്ല, ഈ ഒരു ഫോൾഡർ അടക്കം ഓരോ ഫയലുകളല്ല, ഈ ഫോൾഡർ മൊത്തത്തിൽ നേരെ ഡ്രാഗ് ചെയ്യുക. ഈ ഒരു ലെറ്റിൻ്റെ ഓപ്പൺ ചെയ്ത അവിടേക്ക് കോപ്പി പേസ്റ്റ്. ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആവുള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് അൺസിപ്പ് ചെയ്ത് എടുത്തിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഈ ഡാർക്ക് കോഡ് VFX സ്റ്റുഡിയോ എന്നുള്ള ഫോൾഡർ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ലെറ്റിൻ്റെ ഈ ഒരു ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, വീണ്ടും തിരിച്ച് ഡാവിഞ്ചിയിലേക്ക് തന്നെ വരിക. ഓക്കെ, ഇത് വീണ്ടും തിരിച്ച് ഡാവിഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ ഗ്രേഡിങ്ങിൻ്റെ പാനൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ലട്സ്. ആ ലട്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോൾഡറുകൾ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആവട്ടെ. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡാർക്ക് കോഡ് VFX സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ 15 ഐക്കൺസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടുന്ന് നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു നോഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി ഇവിടെ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നോഡ് ഇവിടെ ഓഫ് ആയിരിക്കും കേട്ടോ. ആ നോഡൊന്ന് ഓൺ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് വലിക്കുക, ഇവിടേക്ക് അപ്ലൈ ചെയ്യുക. സിമ്പിളാണ്. അപ്ലൈ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചതുരത്തിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ആയെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാലും ഇങ്ങനെ ഇപ്പോൾ വിട്ട പോലെ പോവുകയാണെങ്കിൽ നമ്മളൊന്നുകൂടി നോക്കുക ഇവിടെ ഇത് വന്നോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിവിടെ പരേഡിലൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ ഐക്കണൊക്കെ. ലെറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ മാനേജ്മെൻറ്റ് വരുന്നതെന്നൊക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.